ഒരുപാട് നാളായിട്ട് പോണംന്ന് ആഗ്രഹിച്ചിരുന്നൊരു സ്ഥലത്തേക്കാട്ടോ ഞാനിപ്പ എത്തിയേക്കുന്നത്. വേറെ എങ്ങും അല്ല ട്ടോ. ആദിയോഗി കോയമ്പത്തൂരില്. നമ്മളവിടെ സ്റ്റേ ചെയ്തത് ദിശയിലായിരുന്നു. വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂമായിരുന്നു കേട്ടോ അവിടെ ഉണ്ടായിരുന്നത്. പിന്നെ അവിടെ ചെല്ലുമ്പോൾ അവിടെ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ നമ്മളൊന്ന് ഫോളോ ചെയ്യണം. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം നമ്മൾ ഇഷയിൽ സ്റ്റേ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ച് സമയം നമുക്ക് കൂടുതൽ വേണ്ടി വരും. അതായത് ധൃതി പിടിച്ച് അവിടെ ഓടിപ്പടച്ച് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അകത്ത് വീഡിയോഗ്രാഫി ഒന്നും അലൗഡ് അല്ലായിരുന്നു. അതുകൊണ്ടാണ് അധികം ഒന്നും എടുക്കാഞ്ഞത്. എൻ്റെ കയ്യിൽ കിടക്കുന്ന ആ ഒരു ബാൻഡ് കണ്ടോ? അത് അവര് നമ്മളവിടെ ചെല്ലുമ്പോൾ നമ്മുടെ കയ്യിൽ ഇട്ട് തരുന്നതാണ്. അതിൽ നമ്മുടെ കോട്ടേജിന്റെ പേരുണ്ടാവും. നമ്മൾ ചെക്കൗട്ട് ചെയ്യുന്നവർ അത് നമ്മുടെ കയ്യിൽ തന്നെ വേണം. ആദിയോഗി എന്നൊരു ഉദ്ദേശത്തോട് മാത്രമാണ് ഞാൻ അങ്ങോട്ടേക്ക് പോയത്. പക്ഷെ അവിടെ ഇത്രയും കാര്യങ്ങളുണ്ടെന്ന് ചെന്നതിന് ശേഷമാട്ടോ അറിഞ്ഞത്. നമ്മൾ നിൽക്കുന്ന റൂമിൽ നിന്ന് അങ്ങോട്ടേക്ക് കുറച്ച് ദൂരമുണ്ട്. പോകാൻ കാളവണ്ടിയൊക്കെ ഉണ്ട്. പക്ഷെ അത് 9 മണിക്ക് ശേഷമുള്ളൂ. നമ്മളൊരു 8:30 ആയപ്പോഴാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ നടന്നാ കേട്ടോ പോയത്. എന്തൊരു പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നറിയോ. നമ്മൾ പോയ സമയത്ത് അധികം വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു മഴയുടെ അന്തരീക്ഷമൊക്കെ ആയതുകൊണ്ട് മഴവില്ലുണ്ടായിരുന്നു. ആ ഒരു സ്റ്റാച്യൂവും അതിൻ്റെ കൂടെ മഴവില്ലും എല്ലാം കൂടിയിട്ട് നല്ല ഭംഗിയായിരുന്നു. നമ്മൾ ഇഷയിൽ സ്റ്റേ ചെയ്യുമ്പോൾ നമുക്ക് ഫുഡൊക്കെ അവിടെ നിന്ന് തന്നെ ഉണ്ട് കേട്ടോ. അവിടുത്തെ ഭിക്ഷാ ഹാളിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് ഫുഡ് കഴിക്കാം. പക്ഷേ അത് അവരുടെ ആ ഒരു സമയത്ത് നമ്മളവിടെ ചെല്ലണം. പിന്നെ സ്ലീവ്ലെസ് ഒന്നും ഇടാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ചൂടിയിട്ടാണ് അവിടെ നടന്നത്. അതായത് ആ ആശ്രമത്തിനകത്തുള്ള കാര്യമായിട്ടോ ഞാൻ പറഞ്ഞത്. പുറത്ത് കുഴപ്പമില്ല, ഓക്കെയാണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴത്തേക്കും കാളവണ്ടി സർവീസൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ.